ഒടുവിൽ എല്ലാം ശുഭം. പശ്ചിമേഷ്യക്കിനി ആശ്വസിക്കാം. ട്രംപ് വന്നത് ഗുണം ചെയ്തു. പുടിനും ട്രംപുമായി തുടരുന്ന സൗഹൃദം ഗുണം ചെയ്തു. ബൈഡന്റെ പടിയിറക്കം ഗംഭീരമായി. ഇസ്രയേലും ഹമാസും തോൽവി സമ്മതിച്ചു. യുദ്ധം അവസാനിക്കുന്നു. ആരാണ് ശരിക്കും ഇവിടെ പരാജയപ്പെട്ടത്? ആരുടെ വിജയമായിട്ടാണ് ലോകം ഇതിനെ നോക്കിക്കാണുക? നമുക്ക് പരിശോധിക്കാം. 15 മാസം പിന്നിട്ട ഗാസ യുദ്ധത്തിന് വിരാമമിട്ട് വെടിനിർത്തൽ കരാർ ഇസ്രയേലും ഹമാസും അംഗീകരിച്ചിരിക്കുകയാണ്. യുഎസിന്റെ നേതൃത്വത്തിലും ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിലും ദോഹയിൽ ഒരാഴ്ചയിലേറെ നീണ്ട ചർച്ചകൾക്കാണ് വിജയം കണ്ടത്. വെടിനിർത്തൽ കരാർ ഞായറാഴ്ച പ്രാബല്യത്തിൽ വരുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇസ്രയേലിന്റെ യുദ്ധകാല ക്യാബിനറ്റ് കരാറിന് അന്തിമ അംഗീകാരം നൽകുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസും അറിയിച്ചു. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്ന ജനുവരി 20 മുൻപ് വെടിനിർത്തൽ പ്രഖ്യാപനം നടത്താൻ യുഎസ് സമ്മർദ്ദം ചെലുത്തിയിരുന്നു. തന്റെയും ട്രംപിന്റെയും സംഘങ്ങളുടെ ഒരുമിച്ചുള്ള ശ്രമങ്ങളാണ് വെടിനിർത്തലിലേക്ക് നയിച്ചതെന്ന് സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡൻ കൂട്ടിച്ചേർത്തു. ഗാസ ജനതയുടെ ധീരതയുടെ വിജയമാണിതെന്നായിരുന്നു ഈ അവസരത്തിൽ ഹമാസിന്റെ പ്രതികരണം. വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതോടെ ഗാസയിലെങ്ങും ജനം ആഹ്ലാദ പ്രകടനം നടത്തിയിരിക്കുകയാണ്. ഇനി അവിടുത്തെ കുഞ്ഞുങ്ങൾ ദുസ്വപ്നം കാണാതെ ഉറങ്ങട്ടെ, അവർ സമാധാനമായി കളിക്കട്ടെ, കളി പറയട്ടെ, അല്ലേ? ഗാസ ഈജിപ്ത് അതിർത്തിയിലെ ഫിലാഡൽഫിയ ഇടനാഴിയിൽ സൈന്യം തുടരുമെന്ന ഇസ്രയേൽ നിലപാടിനെ ഹമാസ് എതിർത്തത് ചർച്ചകൾക്ക് തടസ്സം സൃഷ്ടിച്ചിരുന്നു. ഇരുപക്ഷവുമായി ഖത്തർ പ്രധാനമന്ത്രി വെവ്വേറെ നടത്തിയ അവസാനഘട്ട ചർച്ചകളാണ് ധാരണയായത്. വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിൽ ഇവിടെ ഇസ്രയേൽ സൈനിക സാന്നിധ്യം കുറച്ചുകൊണ്ടുവരാൻ ധാരണയായിട്ടുണ്ട്. 42 ദിവസം നീളുന്ന ആദ്യഘട്ടത്തിന്റെ തുടക്കത്തിൽ ഹമാസിന്റെ ബന്ദികളായ 100 പേരിൽ 33 പേരെ മോചിപ്പിക്കും. പകരം ഇസ്രയേലിൽ ജയിലിലുള്ള 100-ലേറെ ഫലസ്തീൻകാരെ വിട്ടയക്കും. ഗാസയിലെ ജനവാസ മേഖലകളിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിന്മാറുകയും ചെയ്യുന്നു. ആദ്യഘട്ടം തീരുന്നതിന് മുൻപ് തന്നെ രണ്ടാം ഘട്ടത്തിനുള്ള ചർച്ചകൾ ആരംഭിക്കും. യുദ്ധത്തിൽ ഗാസയുടെ ഭൂരിഭാഗം പ്രദേശവും തകർന്നടിയുകയും 23 ലക്ഷം ഫലസ്തീൻകാരിൽ 90% അഭയാർത്ഥികളായി മാറുകയും ചെയ്തിട്ടുണ്ട്. യുദ്ധത്തിന് കാരണമായ 2023 ഒക്ടോബർ 7 ഹമാസ് കടന്നാക്രമണത്തിൽ തെക്കൻ ഇസ്രയേലിൽ 1200 പേരാണ് കൊല്ലപ്പെട്ടത്. 250 പേരെ ഹമാസ് ബന്ദികളാക്കി മാറ്റുകയും ചെയ്തു. നവംബറിലെ ഹ്രസ്വകാല വെടിനിർത്തലിൽ ഇതിൽ പകുതിയോളം പേരെ വിട്ടയച്ചിട്ടുണ്ട്. അതിനിടെ 24 മണിക്കൂറിൽ ഗാസയിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ 62 പേർ കൊല്ലപ്പെട്ടതോടെ ആകെ മരണം 46,707 മാറി. 1,10,265 പേർക്കാണ് പരിക്കേറ്റത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം മനുഷ്യരാണ് ഈ മണ്ണിൽ ഇല്ലാതായത് എന്ന്. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണല്ലേ? 2023 ഒക്ടോബർ 7 ഇസ്രയേൽ ഹമാസ് സംഘർഷം ആരംഭിച്ചത് എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഗാസയിലെ ഇസ്രയേൽ യുദ്ധം 46,700 ഫലസ്തീൻകാരുടെ ജീവനെടുത്തെന്ന് ആണ് പറഞ്ഞത്. ഈ കണക്കുകളൊക്കെ ഔദ്യോഗികമാണ്. മറ്റു കണക്കുകൾ നമുക്ക് വ്യക്തവുമല്ല. യുദ്ധം പശ്ചിമേഷ്യ ആകെ ഭീതിയിലാഴ്ത്തിയ സമയത്താണ് വെടിനിർത്തൽ തീരുമാനം വരുന്നത്. വെടിനിർത്തലിന് ഹമാസിന്റെ പിടിയിലുള്ള ബന്ദികളുടെ മോചനത്തിനുമായി ഖത്തർ, ഈജിപ്ത്, യുഎസ് എന്നീ മധ്യസ്ഥ രാജ്യങ്ങൾ കഠിനമായി പരിശ്രമിച്ചിട്ടുണ്ട്. ദോഹയിൽ ആരംഭിച്ച ചർച്ചകളിൽ മധ്യസ്ഥ രാജ്യങ്ങൾ ആദ്യം മുതൽ ശുഭപ്രതീക്ഷയാണ് നമുക്കും നൽകിയത്. നിയുക്ത യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദവും വെടിനിർത്തലിന് നിർണായകമായി എന്നത് എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. ജനുവരി 20 ട്രംപ് പ്രസിഡന്റായി അധികാരമേൽക്കുന്നതിന് മുൻപ് വെടിനിർത്തൽ ധാരണയിലെത്തിക്കാനായിരുന്നു യുഎസിന്റെ ശ്രമം. സത്യപ്രതിജ്ഞയ്ക്ക് മുന്നേ ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ കാര്യങ്ങൾ വഷളാകുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. കരട് രേഖയോട് ഹമാസ് ആദ്യമേ അനുകൂല നിലപാട് സ്വീകരിച്ചപ്പോൾ ഇസ്രയേലിന്റെ ഭാഗത്തെ പ്രതികരണമായിരുന്നു നിർണായകമായത്. ഇസ്രയേൽ സൈന്യം ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങണമെന്നായിരുന്നു ഹമാസിന്റെ ആവശ്യം. എന്നാൽ ബന്ദികളെ വിട്ടുകിട്ടാതെയും ഹമാസിനെ ഉന്മൂലനം ചെയ്യാതെയും പിന്മാറില്ലെന്നായിരുന്നു ഇസ്രയേൽ മുമ്പ് പറഞ്ഞിരുന്നത്. ഇതിനിടെ ബന്ദികളെ എത്രയും വേഗം തിരിച്ചെത്തണമെന്ന് കാട്ടി ഇസ്രയേൽ ജനത പ്രതിഷേധവും ശക്തമാക്കി. മറുവശത്ത് മന്ത്രിസഭയുടെ ഭാഗമായ തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ എതിർപ്പുമുണ്ടായിരുന്നു. ഹമാസുമായുള്ള കരാർ കീഴടങ്ങലിന് തുല്യമാണെന്ന് ധനമന്ത്രി ബസാലൽ സ്ട്രോമിച്ചും ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗ്വിറും പ്രതികരിച്ചിരുന്നത്. അതും നെതന്യാഹുവിനെ സമ്മർദ്ദത്തിലാക്കി. അധികാരം കയ്യിൽ നിർത്താൻ ഇവരുടെ പിന്തുണ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നിർണായകവുമാണ്.
ട്രംപിന്റെ ഇടപെടൽ കൂടിയായപ്പോൾ നെതന്യാഹു കടുത്ത സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോയത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഹമാസ് തലവൻ യഹ്യ സിൻവറിനെ വധിച്ചതിന് പിന്നാലെ ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറാകുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. ഹമാസിന്റെ മുൻ തലവൻ ഇസ്മായിൽ ഹനിയെ, സഖ്യകക്ഷിയായ ഹിസ്ബുള്ളയുടെ മേധാവി ഹസൻ നസ്രുള്ള എന്നിവരെയും ഇസ്രായേൽ ഇതിനോടകം തന്നെ വധിച്ചു കഴിഞ്ഞു. യുഎസും ഫ്രാൻസും മുന്നോട്ട് വെച്ച മധ്യസ്ഥ കരാർ അംഗീകരിച്ച ഇസ്രായേൽ നവംബറിൽ ലെബനീസ് അതിർത്തിയിൽ ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. ഗാസ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നതിൽ ഇസ്രായേൽ നേതാക്കൾക്കിടയിലും അതൃപ്തി ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യം പരസ്യമായി ഉന്നയിച്ച പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെ നെതന്യാഹു പുറത്താക്കിയിട്ടാണ് പ്രതികാരം ചെയ്തത്. ആഭ്യന്തരമായും അന്തർദേശീയ തലത്തിലും സമ്മർദ്ദമുണ്ടായപ്പോൾ ഇസ്രായേലിന് മുന്നിൽ മറ്റു വഴികളൊന്നും ഉണ്ടായില്ല. ഹമാസിനെ തുടച്ചു നീക്കി മാത്രമേ അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞ യുദ്ധം ആദ്യം ഹമാസിനെതിരെയും പിന്നെ ഹിസ്ബുള്ളക്കെതിരെയും ഏറ്റവും ഒടുവിൽ ഇറാനെതിരെയും ഒക്കെയായി പരിവർത്തനപ്പെടുകയായിരുന്നു. ഇതിനിടയിൽ ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ കൊലവിളികൾ പലപ്പോഴും ഇസ്രയേലികൾക്ക് പോലും വകവെച്ചു കൊടുക്കാനാകാത്തതായിരുന്നു. ട്രംപ് അധികാരത്തിലെത്തിയാൽ ബൈഡൻ ഇത്രനാളും നിന്നതുപോലെയോ അമേരിക്ക ഇത്രനാളും സഹായം ചെയ്തതുപോലെയോ ചെയ്യില്ലെന്ന കാര്യത്തിൽ നെതന്യാഹുവിന് വ്യക്തതയുണ്ടായിരുന്നു. പിന്നെ താൻ തുടങ്ങി വെച്ചതൊക്കെ അവസാനിപ്പിക്കേണ്ടത് തൻ്റെ തന്നെ ഉത്തരവാദിത്തമാണെന്ന ബോധമായിരിക്കണം ജോ ബൈഡനെ കൊണ്ട് കാര്യങ്ങളെ ഒന്ന് മാറ്റി ചിന്തിപ്പിച്ചത്. മാത്രവുമല്ല, ഈ സാഹചര്യത്തിൽ, അതായത് പടിയിറക്കത്തിന് ദിവസങ്ങൾ മാത്രമുള്ള ഈ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് ചരിത്രമാകുമെന്നും ആ ചരിത്രത്തിൽ തൻ്റെ പേര് കൂടി ചേർക്കപ്പെടുമെന്നും ഉത്തമ ബോധ്യമുള്ള ഒരു വ്യക്തി കൂടിയാണ് ബൈഡൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്തായാലും കമന്റിൽ എഴുതുക. ഇന്ന് അമേരിക്കയും ഈജിപ്തും ഖത്തറും ചേർന്ന് നടത്തിയ തീവ്രമായ നയതന്ത്രത്തിനു ശേഷം ഇസ്രയേലും ഹമാസും വെടിനിർത്തൽ കരാറിലും ബന്ദി ഇടപാടിലും എത്തിയിരിക്കുന്നു. ഈ കരാർ ഗാസയിലെ പോരാട്ടം അവസാനിപ്പിക്കുകയും ഫലസ്തീൻ സിവിലിയന്മാർക്ക് ആവശ്യമായ മാനുഷിക സഹായം വർദ്ധിപ്പിക്കുകയും 15 മാസത്തിനധികം തടവിലാക്കിയ ശേഷം ബന്ദികൾ അവരുടെ കുടുംബങ്ങളുമായി വീണ്ടും ഒന്നിപ്പിക്കുകയും ചെയ്യും. സ്ഥാനമൊഴിയുന്ന US പ്രസിഡന്റ് ജോ ബൈഡൻ ബുധനാഴ്ച വൈകി ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഇങ്ങനെയാണ്. എന്നാൽ പല പ്രശ്നങ്ങൾക്കും, അതായത് ഇരു കൂട്ടരും തമ്മിൽ നിലനിൽക്കുന്ന വർഷങ്ങൾ പഴക്കമുള്ള പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കാണാതെ എങ്ങനെയാണ് സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുക എന്ന ചോദ്യം അവിടെ അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം ജെറുസലേം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നുണ്ട്. ബൈഡൻ പറയുന്നതനുസരിച്ച് ജനുവരി 19 മുതൽ അടുത്ത 6 ആഴ്ചയ്ക്കുള്ളിൽ യുദ്ധത്തിന്റെ ശാശ്വതമായ അവസാന ഘട്ടമായ 2ാം ഘട്ടത്തിലേക്ക് എത്തിച്ചേരുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഇസ്രായേൽ ചർച്ച ചെയ്യും എന്നതാണ്. ഈ ചർച്ചയിൽ വർഷങ്ങളുടെ വീഴ്ചകൾ അവർ എടുത്ത് അലക്കുമോ എന്നതാണ് നമുക്കിനി അറിയാനുള്ളത്. 6 ആഴ്ചയ്ക്കുള്ളിൽ 2ാം ഘട്ടം അംഗീകരിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും എന്ന ചോദ്യം ഇവിടെ ഉയർന്നു വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. 2ാം ഘട്ട ചർച്ചകൾ ആദ്യം 6 ആഴ്ചയ്ക്കപ്പുറം നീണ്ടാലും വെടിനിർത്തൽ തുടരുമെന്ന് ബൈഡൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വ്യവസ്ഥകൾ പാലിച്ചാൽ 2ാം ഘട്ടത്തിൽ കൂടുതൽ ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിന് പകരമായി ശേഷിക്കുന്ന എല്ലാ ബന്ദികളെ, പ്രാഥമികമായി പുരുഷ സൈനികരെയും ഹമാസ് മോചിപ്പിക്കും. ഗാസയിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങാനും ഇസ്രായേൽ തയ്യാറാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. 3ാം ഘട്ടത്തിൽ ശേഷിക്കുന്ന തടവുകാരുടെ മൃതദേഹങ്ങൾ ഹമാസ് തിരികെ നൽകും. പകരം അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ നിയന്ത്രിക്കപ്പെടുന്ന ഗാസയുടെ 3 മുതൽ 5 വർഷത്തെ പുനർനിർമ്മാണ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്യും. അതേസമയം പരിക്കേറ്റ ഫലസ്തീനികളെ വൈദ്യചികിത്സയ്ക്കായി ഗാസ വിടാനും കരാറിന്റെ ആദ്യഘട്ടം ആരംഭിച്ച് 7 ദിവസത്തിനു ശേഷം ഈജിപ്തുമായുള്ള റഫ ക്രോസിംഗ് തുറക്കാനും ഇസ്രായേൽ സമ്മതിച്ചു. ഗാസയിൽ ഹമാസുമായി കരാറിലെത്തിയതിനു ശേഷം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് വൈകുന്നേരം നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സംസാരിച്ചു. ബന്ദികളെ മോചിപ്പിക്കുന്നതിലെ സഹായത്തിനും ഡസൻ കണക്കിന് ബന്ദികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും കഷ്ടപ്പാടുകൾ അവസാനിപ്പിക്കാൻ ഇസ്രായേലിനെ സഹായിച്ചതിനും അദ്ദേഹം നന്ദി പറഞ്ഞു. നെതന്യാഹുവിന്റെ ഓഫീസ് എക്സിൽ പോസ്റ്റ് ചെയ്തത് ഇങ്ങനെയാണ്. 2023 ഒക്ടോബർ 7-നായിരുന്നു സായുധരായ ഹമാസ് അംഗങ്ങൾ ഗാസയിൽ നിന്ന് തെക്കൻ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറുകയും കമ്മ്യൂണിറ്റികൾക്കിടയിലൂടെ ആക്രമണം നടത്തുകയും ചെയ്തത്. ഇതോടെ പശ്ചിമേഷ്യ നിന്ന് കത്താൻ ആരംഭിച്ചു. പിന്നീട് ലോകം കേട്ടത് യുദ്ധത്തിന്റെ ഇടിമുഴക്കമായിരുന്നു. നവംബർ 27-നായിരുന്നു ലെബനനിൽ വെടിനിർത്തലിന് ഇസ്രായേലും ഹിസ്ബുള്ളയും സമ്മതിച്ചത്. അതായത് കഴിഞ്ഞ വർഷം നവംബർ 27. ഇതോടെ തന്നെ ഗാസയിലും അത് സംഭവ്യമാണെന്ന് എല്ലാവരും കരുതിയിരുന്നു. അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. അതേ ദിവസം തന്നെ സിറിയയിലെ വിമതർ ഹിസ്ബുള്ളയുടെ പ്രധാന സഖ്യകക്ഷിയും ഇറാനിയൻ പിന്തുണക്കാരുമായ പ്രസിഡന്റ് ബഷാർ അൽ അസാദിന്റെ ഭരണം അട്ടിമറിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡിസംബർ 2-ാം തീയതിയാണ് ജനുവരി 20-ന് നടക്കുന്ന തന്റെ സ്ഥാനാരോഹണത്തിന് മുൻപ് ഗാസയിലെ ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് നരകമായി തീരുമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയത്. ഇതോടെ സമാധാന ശ്രമങ്ങൾ ചൂടുപിടിച്ചു. ഇപ്പോഴിതാ ആ ശ്രമങ്ങൾ അതിന്റെ ഫലപ്രാപ്തിയിൽ എത്തിയിരിക്കുന്നു. സമാധാനം അവിടെ വരട്ടെ. കണ്ണീരും നിരാശയും മാത്രം കൈമുതലായ ആ മനുഷ്യർക്ക് വെടിയൊച്ചകളുടെ, നിലവിളികളുടെ ശബ്ദമില്ലാതെ ഉറങ്ങാൻ സാധിക്കട്ടെ, അല്ലേ? ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.